ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ബെനിഫിഷ്യൽ മെഷീൻസ് എന്ന കോൺസെപ്റ്റ് എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ സ്റ്റാൻഡേർഡ് മോഡൽ ഒരു യൂസ്ഫുൾ ഗൈഡായി, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ സ്റ്റാൻഡേർഡ് മോഡൽ എന്ന് പറയുന്നതാണ് ഒരു യൂസ്ഫുൾ ഗൈഡായിരുന്നു. പക്ഷെ നമ്മൾ ദീർഘകാല അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ അതൊരു ശരിയായ മോഡൽ അല്ല. ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മൾ തന്നെ ഫുള്ളി സ്പെസിഫൈഡ് ഒബ്ജക്റ്റീവ്സ് ഈ സ്റ്റാൻഡേർഡ് മോഡലിന് നൽകും എന്ന അസംഷൻ്റെ ബേസ് ചെയ്താണ് ഈ സ്റ്റാൻഡേർഡ് മോഡലിൻ്റെ വർക്കിംഗ് തന്നെ. ഇപ്പോൾ നമ്മൾ ഒരു ചെസ് അല്ലെങ്കിൽ ഒരു ഷോർട്ടസ്റ്റ് പാത്ത് കമ്പ്യൂട്ടേഷൻ പോലുള്ള ആർട്ടിഫിഷ്യലി ഡിഫൈൻഡ് ടാസ്കിൽ നമുക്ക് ബിൽഡിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ഉള്ളത് കൊണ്ട് അവിടെ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള സ്റ്റാൻഡേർഡ് മോഡൽ ഉപയോഗിക്കാം. അവിടെ ഇതിന് കുഴപ്പമൊന്നുമില്ല. ഈ ചെസ്സും അതുപോലെ ഷോർട്ടസ്റ്റ് പാത്ത് ഫൈൻഡ് ചെയ്യുക ഇത്തരത്തിലുള്ള ആർട്ടിഫിഷ്യലി ഡിഫൈൻഡ് ടാസ്കിൽ നമുക്ക് ബിൽഡിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ഉള്ളത് കൊണ്ട് അവിടെ നമ്മൾ ഈ സ്റ്റാൻഡേർഡ് മോഡൽ ഉപയോഗിക്കാം. പക്ഷേ ഒരു റിയൽ വേൾഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെയുള്ള ഒബ്ജക്റ്റീവ് മുഴുവനും കൃത്യമായി നമ്മൾ സ്പെസിഫൈ ചെയ്യാൻ വളരെ പ്രയാസകരമായിരിക്കും. നമുക്കൊരു ഉദാഹരണം നോക്കാം. ഇപ്പം നമ്മളെ ഈ സെൽഫ് ഡ്രൈവിംഗ് കാറിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഇപ്പോൾ സെൽഫ് ഡ്രൈവിംഗ് കാറിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കരുതുന്ന കാര്യം, ഈ ഒരു സെൽഫ് ഡ്രൈവിംഗ് കാർ ഇതിനൊരു AI മോഡൽ എന്ന രീതിയിൽ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സെൽഫ് ഡ്രൈവിംഗ് കാറിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, ഒബ്ജക്റ്റീവ് മീൻസ് ലക്ഷ്യം, ഈ ഒരു സെൽഫ് ഡ്രൈവിംഗ് കാറിൻ്റെ ഒബ്ജക്റ്റീവ് എന്നത് നമ്മളെ ഡെസ്റ്റിനേഷൻ എവിടെയാണ് അവിടത്തേക്ക് സേഫായിട്ട് എത്തിച്ചേരുക എന്നതായിരിക്കും ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് നമ്മൾ കരുതുന്നുണ്ടാവും. പക്ഷേങ്കിൽ ഈ സേഫായിട്ട് ഡെസ്റ്റിനേഷനിലേക്ക് എത്തുക എന്ന് മാത്രമല്ല ഇതിൻ്റെ ഒബ്ജക്റ്റീവായിട്ട് നമ്മൾ റിയൽ വേൾഡിലേക്ക് വരുമ്പോൾ വരിക. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ഡ്രൈവിങ്ങിൻ്റെ സെനാരിയോ എടുത്തു കഴിഞ്ഞാൽ മറ്റ് തെറ്റായ ഡ്രൈവേഴ്സിനെ കൊണ്ടും അതുപോലെ നമ്മളെ എക്യുപ്മെൻറ്റിൻ്റെ ഫെയിലിയർ കൊണ്ടും അതുപോലെ ഇങ്ങനെയുള്ള ഇതിനൊക്കെ നമുക്ക് എന്തുണ്ടാവും, ഇഞ്ചറീസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് സേഫ്റ്റി എന്ന സ്ട്രിക്റ്റ് ഗോള് നേടണമെങ്കിൽ കാറിനെ നമ്മൾ എവിടെ വെക്കേണ്ടി വരും? നമ്മളെ ഗ്യാരേജിൽ ഇടേണ്ടി വരും. ഓക്കെ, ഒരു റിയൽ ലൈഫ് സെനാറിയോയിൽ കാറിനെ കൊണ്ടുപോകുന്ന സമയത്ത് നമ്മളെ കാറിന് എത്രത്തോളം ആക്ഷൻ അനുവദിച്ചാൽ മാത്രമാണ് മറ്റ് ഡ്രൈവേഴ്സിനെ അത് ബാധിക്കാതിരിക്കുക, അതേപോലെ നമ്മൾ ആ കാറിന് ആക്സലറേഷൻ എത്രത്തോളം കൊടുക്കണം, അതേപോലെ പാസഞ്ചേഴ്സിന് ബുദ്ധിമുട്ടാവാൻ പാടില്ല അല്ലേ? അപ്പോൾ പാസഞ്ചേഴ്സിന് യാതൊരുവിധ കുലുക്കമില്ലാത്ത തരത്തിൽ നമ്മൾ സ്റ്റിയറിംഗ് എങ്ങനെ തിരിക്കണം, അതേപോലെ ബ്രേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യണം, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം നൽകുക എന്നുള്ളത് വളരെ പ്രയാസമായിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഒരു ഹ്യൂമൻ റോബോട്ട് ഇൻട്രാക്ഷൻ മേഖലയിൽ ഇത് ഒരു പ്രശ്നമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ സെൽഫ് ഡ്രൈവിംഗ് കാർ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ്റെ സൊല്യൂഷൻ എന്താണെന്നാണ് നമ്മൾ അടുത്തതായിട്ടുള്ള ആലോചിക്കേണ്ടതായിട്ടുള്ളത്. ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു കോൺസെപ്റ്റാണ് എന്താണ് ഈ വാല്യൂ അലൈൻമെൻറ്റ് പ്രോബ്ലം എന്ന് പറയുന്നത്. ഇപ്പോൾ പറഞ്ഞ സിറ്റുവേഷനിലാണ് ഈ വാല്യൂ അലൈൻമെൻറ്റ് പ്രോബ്ലം എന്ന് പറയുന്ന കോൺസെപ്റ്റ് വരുന്നത്. അപ്പോൾ എന്താണ് കോൺസെപ്റ്റ് നോക്കാം. വാല്യൂ അലൈൻമെൻറ്റ് പ്രോബ്ലം എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം. അതായത് ഈ കാറിൻ്റെ കേസ് തന്നെ നമുക്ക് യഥാർത്ഥമായ കുറച്ച് മുൻഗണനകളുണ്ട്. ഓക്കെ, അത്തരം മുൻഗണനകളും നമ്മൾ ഈ മെഷീനിൻ്റെ അകത്ത് നമ്മൾ ഉൾപ്പെടുത്തുന്ന ഒബ്ജക്റ്റീവും തമ്മിൽ രണ്ടും യോജിപ്പിച്ച് കൈവരിക്കുന്ന തരത്തിലുള്ള പ്രോബ്ലംസിനെയാണ് നമ്മൾ വാല്യൂ അലൈൻമെൻറ്റ് പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മെഷീനിൽ നൽകുന്ന വാല്യൂ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ഹ്യൂമണുമായി അലൈൻ ആയിരിക്കണം. അതതിൻ്റെ അർത്ഥം. നമ്മൾ മെഷീനിൻ്റെ അകത്ത് നമ്മൾ നൽകുന്ന വാല്യൂ, അതേപോലെ അല്ലെങ്കിൽ അതിനാ വാല്യൂ മീൻസ് ഒബ്ജക്റ്റീവ്, മെഷീൻ്റെ അകത്ത് നമ്മൾ ഒബ്ജക്റ്റീവിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന വാല്യൂസ് വെച്ചിട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ മെഷീൻ്റെ അകത്ത് നമ്മൾ വാല്യൂസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ഹ്യൂമണുമായിട്ട് എന്തായിരിക്കണം, നമ്മൾ ഹ്യൂമൻസുമായിട്ട് അലൈൻഡ് ആയിരിക്കണം. നമ്മളൊരു ലാബിലോ അല്ലെങ്കിൽ ഒരു സിമുലേറ്ററോ അല്ലെങ്കിൽ ഒരു സിമുലേറ്ററിലൊക്കെ ഒരു AI സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്ത് ഇൻകറക്റ്റ്ലി സ്പെസിഫൈഡ്
ഒബ്ജക്റ്റീവ്സുകൾ വരുന്നുണ്ടാവാം. നമ്മൾ ഒബ്ജക്റ്റീവ്സ് ഇതിൻ്റെ അകത്ത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നുണ്ടാവും. നമ്മൾ കൊടുക്കുന്ന ഒബ്ജക്റ്റീവിൻ്റെ അകത്ത് നമ്മൾ ഒബ്ജക്റ്റീവുകൾ ചിലപ്പോൾ അങ്ങനെ വരാം, ഒബ്ജക്റ്റീവ് ഇൻകറക്റ്റ്ലി സ്പെസിഫൈഡ് ആയിട്ട് വരാനുള്ള സാധ്യത അവിടെ ഉണ്ട്. അപ്പം അത്തരം ഇൻകറക്റ്റ് ഒബ്ജക്റ്റീവ്സിന് അവിടെ ഒരു ഈസി ഫിക്സ് ഉണ്ട്. ആ ഈസി ഫിക്സ് എന്ന് പറയുന്നത് ഒരു സൈക്കിൾ പോലെയാണ്. നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റ് നമ്മളെ സിസ്റ്റത്തിനെ നമ്മൾ പുനർനിർമ്മിക്കും. നമ്മളെ സിസ്റ്റത്തിനെ എന്ത് ചെയ്യും, ഒരു ഒബ്ജക്റ്റീവിൽ എന്ത് വന്നു എന്ന് വെച്ചോ, ഒബ്ജക്റ്റീവ് ഇൻകറക്റ്റായി സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സിസ്റ്റത്തിൻ്റെ അകത്ത് എന്ത് ചെയ്യും, സിസ്റ്റത്തിന് നമ്മൾ ഒന്നുകൂടെ പുനർസജ്ജമാക്കും. ഇനി പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യം എന്ത് ചെയ്യും, നമ്മൾ ഈ ഒബ്ജക്റ്റീവ് നമ്മൾ ഓൾറെഡി പറഞ്ഞിരിക്കുന്ന ഈ ഒബ്ജക്റ്റീവിനെ നമ്മൾ എന്ത് ചെയ്യും, ശരിയാക്കും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും റീട്രൈ ചെയ്യും. ഈ ഒരു സൈക്കിൾ നമ്മളിങ്ങനെ വീണ്ടും ശ്രമിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു സൈക്ലിക് ചാക്രികപരമായിട്ടാണ് നമ്മളിങ്ങനെ ഇമ്പ്രൂവ്മെൻറ്റുകൾ ഇതിൻ്റെ അകത്ത് കൊണ്ടുവരുന്നത്. ഓക്കെ, നമ്മൾ ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഫീൽഡ് കൂടുതൽ ക്യാപ്പബിൾ ആയ ഇൻ്റലിജൻസ് സിസ്റ്റത്തിലേക്ക് പുരോഗമിക്കുമ്പോൾ നമ്മൾ ഇൻകറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഒബ്ജക്റ്റുകൾ നമ്മൾ ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ സിസ്റ്റം എന്ത് ചെയ്യും, നമ്മൾ ബിൽഡ് ചെയ്യുന്ന സിസ്റ്റം നെഗറ്റീവ് കോൺസിക്വൻസുകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൂടാതെ നമ്മൾ സിസ്റ്റത്തിനെ കൂടുതൽ ഇൻ്റലിജൻ്റ് ആയി കഴിഞ്ഞാൽ അതിന് നെഗറ്റീവ് കോൺസിക്വൻസുകളും കൂടും. നമ്മളിപ്പം എന്തിനെന്നൊക്കെ പറഞ്ഞിട്ടുള്ള സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പം അതിൻ്റെ അകത്ത് മെഷീൻ ആദ്യം റോബോ, പിന്നെ അവരെന്ത് ചെയ്തു, ഒരു പെർട്ടിക്കുലർ വേർഷൻ ഇറക്കി, പിന്നീട് അതിൻ്റെ അകത്ത് മാറ്റം വരുത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന നെഗറ്റീവ് കോൺസിക്വൻസുകളായിരുന്നു ആ സിനിമേൻ്റെ തീം എന്ന് പറയുന്നത്. അപ്പം അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഈ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മളെ സിസ്റ്റത്തിനെ നമ്മൾ കൂടുതൽ ഇൻ്റലിജൻ്റ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവും, നെഗറ്റീവ് കോൺസിക്വൻസ് ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പം നമുക്ക് ആ പറഞ്ഞ എന്താണ് ആ നെഗറ്റീവ് കോൺസിക്വൻസ്, ആ കാര്യം ഒന്നുകൂടെ വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ചെസ്സിൻ്റെ എക്സാമ്പിൾ എടുക്കാം. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെസ് എന്ന് പറയുന്നത് നമുക്ക് സ്റ്റാൻഡേർഡ് മോഡൽ വെച്ചിട്ടൊക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു കേസാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ചെസ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്ത സിസ്റ്റം ഒന്നുകൂടെ വളരെ ഇൻ്റലിജൻ്റ് ആണെങ്കിൽ, മോർ ഇൻ്റലിജൻ്റ് ആയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക നമുക്ക് നോക്കാം. നമ്മളൊരു ചെസ് ബോർഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ചെസ്സിൻ്റെ അകത്ത് ഈ ഒരു സൈഡിൽ നമ്മളെ AI സിസ്റ്റം എന്ന് വെച്ചോ, വളരെ ഇൻ്റലിജൻ്റ് ആയി കിടക്കുന്ന, വളരെ ഒരു സിസ്റ്റത്തിൻ്റെ ഒരു മെഷീൻ ചെസ് ബോർഡിൻ്റെ പരിധി അപ്പുറം ചിന്തിക്കുന്ന തരത്തിലൊരു AI സിസ്റ്റമാണ് ഈ സൈഡിലുണ്ടെന്ന് വെച്ചോ. ഈ സൈഡിൽ നമ്മുടെ ഹ്യൂമനാണ് കിടക്കുന്നത് വെച്ചോ. അപ്പം സ്വാഭാവികമായിട്ട് ചെസ്സിൻ്റെ റൂൾസ് നമുക്കറിയാം അല്ലേ, ഓരോ സെല്ലിൻ്റെ അകത്തും നമ്മൾ എന്ത് വെച്ചിട്ടുണ്ടാവും, കരുകൾ വെച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പം നമ്മൾ ഈ ഒപ്പോണൻ്റ് സൈഡിലും എന്തുണ്ടാവും, ഇതുപോലെ തന്നെ സെല്ലുകളിൻ്റെ അകത്ത് ഉണ്ടാവും, കരുക്കളുണ്ടാവും. അപ്പം നമ്മൾ AI സിസ്റ്റം ഒരു പെർട്ടിക്കുലർ കരുവിനെ മൂവ് ചെയ്തെന്ന് വെച്ചോ. അപ്പം മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആരെ ചോയ്സാണ്, നമ്മുടെ ഇങ്ങേ സൈഡിൽ കിടക്കുന്ന ഹ്യൂമൻ്റെ ചോയ്സാണ് കരു നീക്കൽ അല്ലേ. അപ്പോൾ അടുത്ത നീക്കേണ്ട ആൾ നമ്മുടെ ഹ്യൂമനാണ്. അപ്പോൾ ഈ ഹ്യൂമണ് ഈ ഒരു AI സിസ്റ്റം നീക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾ കരു നീക്കുന്നതിന് മുമ്പേ ചിന്തിക്കാനൊരു സമയം എടുക്കുന്നുണ്ട് അല്ലേ. ഇനി ഏത് കരു നീക്കിയാലാണ് എനിക്കത് ബെനിഫിഷ്യൽ ആവുക എന്ന് ആലോചിച്ചിട്ടാണ് അയാൾ ഒരു പെർട്ടിക്കുലർ കരുവിനെ നീക്കുന്നുണ്ടാവുക. അപ്പം ആ നീക്കുന്നതിന് മുന്നേ അയാൾക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ട് അയാളൊരു സമയം എടുക്കുന്നുണ്ട് വെച്ചു. അപ്പോൾ അയാളെ ചിന്തിക്കുന്ന സമയത്ത് നമ്മളെ AI സിസ്റ്റം, നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിസ്റ്റം വളരെ ഇൻ്റലിജൻ്റ് ആണെങ്കിൽ ഇയാളെ പ്രോപ്പറായിട്ട് ചിന്തിക്കാൻ അനുവദിക്കാതിരിക്കാൻ ശ്രമിക്കും. അതായത് ഇതിൻ്റെ ചുറ്റും കുറേ കാണികളുണ്ടെന്ന് വെച്ചു. അപ്പം AI സിസ്റ്റം എന്ത് ചെയ്യാം, അഡ്വാൻസ് ആയിട്ട് ഈ കാണികൾക്ക് ഇത് കാണാൻ വന്നിരിക്കുന്ന പ്രേക്ഷകർക്ക് കൈക്കൂലി കൊടുക്കുക പോലുള്ള തന്ത്രങ്ങളിലൂടെ വിജയിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കാൻ അതിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കും അല്ലേ. അപ്പം ഈ ഒരു എതിരാളിയുടെ ചിന്താ സമയത്ത് ശബ്ദമുണ്ടാക്കാൻ പ്രേക്ഷകർക്ക് കൈക്കൂലി കൊടുക്കുക പോലുള്ള തന്ത്രങ്ങളിലൂടെ വിജയിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അത് ശ്രമിച്ചേക്കാം. അപ്പം ഒരു നിയന്ത്രിത ലക്ഷ്യം പിന്തുടരുന്ന യന്ത്രം എങ്ങനെയെല്ലാം തെറ്റായി പെരുമാറുമെന്ന് പ്രവചിക്കുക നമുക്ക് അസാധ്യമാണ്. അപ്പം നമുക്ക് ഏത് തരത്തിലുള്ള ഇൻ്റലിജൻറ്റ് മെഷീൻസ് ആണ് നമുക്ക് വേണ്ടത് എന്നാണ് നമ്മളോട് ആലോചിക്കേണ്ടത്.
നിറവേറ്റേണ്ടത്. മെഷീൻ അതിൻ്റെ തന്നെ ലക്ഷ്യം നിറവേറ്റുന്ന തരത്തിലുള്ള ഒരു ഇൻ്റലിജൻ്റ് ഉള്ള ഒരു മെഷീനല്ല നമുക്ക് വേണ്ടത്, മറിച്ച് നമ്മുടെ ലക്ഷ്യങ്ങൾ പിന്തുടരുന്നവയായിരിക്കണം അവ. ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇത്തരം ഒബ്ജക്റ്റീവുകൾ നമുക്ക് മെഷീനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പുതിയൊരു ഫോർമുലേഷൻ വേണം. അതായത് യന്ത്രത്തിന് അതിൻ്റെ പൂർണ്ണ ലക്ഷ്യം അറിയില്ലെന്ന് അറിയുമ്പോൾ, അതിൻ്റെ ലക്ഷ്യം പൂർണ്ണമായിട്ട് എന്താണെന്ന് യന്ത്രത്തിന് അറിയില്ല എന്ന് അത് തിരിച്ചറിയുമ്പോൾ അത് ജാഗ്രതയോടെ എന്ത് ചെയ്യണം? പ്രവർത്തിക്കണം. അപ്പോൾ ജാഗ്രതയോടെ പ്രവർത്തിക്കാനും അതേപോലെ അത് എന്ത് ചെയ്യണം? ചില കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഒരു പെർമിഷൻ, അല്ലേ? നമ്മളാണ് ഇത് ബിൽഡ് ചെയ്തത്, അപ്പം അതെന്ത് ചെയ്യണം? നമ്മളോട് പെർമിഷൻ ചോദിക്കണം, അല്ലേ? അപ്പോൾ അതൊരു അനുവാദം ചോദിക്കണം. അതേപോലെ നിരീക്ഷണങ്ങളിലൂടെ നമ്മളുടെ ഇഷ്ടാനുസരണങ്ങളെ കുറിച്ച് കൂടുതൽ അറിയാനും അതേപോലെ നമ്മൾ മനുഷ്യന്മാരുടെ നിയന്ത്രണത്തിന് വഴങ്ങാനുമായിട്ട് ആണ് നമുക്ക് ഈ ഒരു ഫോർമുലേഷൻ്റെ ആവശ്യം. ഓക്കെ, അതായത് നമ്മൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മനുഷ്യന് തീർച്ചയായും പ്രയോജനകരമാവുന്ന ഏജൻസിനെയാണ് നമുക്ക് വേണ്ടത്. എന്നൂടെ പറയാം, മനുഷ്യന്മാർക്ക് തീർച്ചയായും പ്രയോജനകരമാകുന്ന ഏജൻസിനെയാണ് നമുക്ക് വേണ്ടത്. അതിനെയാണ് നമ്മൾ ബെനിഫിഷ്യൽ മെഷീൻസ് എന്ന് പറയുന്നത്. ഒന്നുമില്ല, ബെനിഫിഷ്യൽ മെഷീൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, മനുഷ്യർക്ക് തീർച്ചയായും പ്രയോജനകരമാകുന്ന ഏജൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബെനിഫിഷ്യൽ മെഷീൻസ് എന്ന് വിളിക്കുന്നത്.